ഹായ് എവരി വൺ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 2-ലെ ലാസ്റ്റ് പാർട്ട്, അതായത് ഇല്ലസ്ട്രേഷൻ 4 അതുപോലെ തന്നെ 5 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇല്ലസ്ട്രേഷൻ 4 ആദ്യം നമുക്ക് നോക്കാം. ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ ഹാസ് ബീൻ ടേക്കൺ ഫ്രം ദ റെക്കോർഡ്സ് ഓഫ് എൻ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ജോബ് നമ്പർ 101. ഓക്കെ, എന്തൊക്കെ തന്നിട്ടുള്ള ഡാറ്റ? മെറ്റീരിയൽ 4010 രൂപ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ വേജസിൻ്റെ ഡീറ്റെയിൽ ഒന്നിച്ച് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓവർഹെഡ് എക്സ്പെൻസ്, വേരിയബിൾ ഓവർഹെഡ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് തന്നിട്ടുണ്ട്. പിന്നെ ഫിക്സ്ഡ് ഓവർഹെഡും തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ആ ജോബിൻ്റെ മുഴുവൻ കോസ്റ്റ് എന്ത് ചെയ്യുക വരിക എന്നുള്ളതാണ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് 4010 വേജസ് ഡിപ്പാർട്ട്മെൻറ്റ് എക്ക് വേണ്ടിയിട്ട് എയിൽ നിന്നും ഈ ജോബിന് വേണ്ടിയിട്ട് 60 ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഹവറിന് 3 രൂപ വെച്ചിട്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ബി 40 ഹവർ, അതുപോലെ തന്നെ 2 രൂപ വെച്ചിട്ട്. ഡിപ്പാർട്ട്മെൻറ്റ് സി 20 ഹവർ 5 രൂപ വെച്ചിട്ട് ഒരു ഹവറിന്. അതായത് മൊത്തം ഈ ജോബിന് ഡിപ്പാർട്ട്മെൻറ്റ് എ 60ഉം ഇവർ 40ഉം 20ഉം ചേർത്ത് 120 ഹവേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓരോന്നിനും ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് എ 60 ഹവർ വർക്ക് ചെയ്യാൻ വേണ്ടി 3 രൂപ ഒരു ഹവറിന്, മറ്റവർ ബി 2 രൂപ വെച്ചിട്ടും സി 5 രൂപ വെച്ചിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് ചെയ്യുന്നതിന് ഓവർഹെഡ് എക്സ്പെൻസ് വരുന്നുണ്ട്. അതെങ്ങനെ? ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഓവർഹെഡ് എക്സ്പെൻസ് പറയുന്നുണ്ട്, ബീൻ്റെതും സീൻ്റെതും പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് എ മൊത്തം 5000 കോസ്റ്റ് വന്നിട്ടുണ്ട്, 5000 ലേബർ ഹവറിനാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 60 ലേബർ ഹവറേ തന്നിട്ടുള്ളൂ. അപ്പോൾ 5000 രൂപക്ക് 5000 ലേബർ ഹവർ ഈ ഒരു വർഷത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഹവറിന് ഡിപ്പാർട്ട്മെൻറ്റ് എൻ്റെ വേരിയബിൾ ഓവർഹെഡ് എത്ര ആവും? 5000 രൂപ ഡിവൈഡ് ബൈ 5000 ലേബർ ഹവർ വരുമ്പോൾ 1 രൂപ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇവിടെ വേരിയബിൾ ഓവർഹെഡ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ടത് 60 രൂപ, 60 ഹവറിന് 1 രൂപ വെച്ചിട്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ബി വരുമ്പോൾ എത്ര രൂപ ആവും? 2 രൂപ ആവും. അപ്പം 40 ഹവറിന് 2 രൂപ വെച്ചിട്ട്. ഡിപ്പാർട്ട്മെൻറ്റ് സി വരുമ്പം 4 രൂപ വരൂലേ, 2000 രൂപ 500 ലേബർ ഹവറിന്. അങ്ങനെ വേരിയബിൾ ഓവർഹെഡും ഇതിലേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഫിക്സ്ഡ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ 20000 രൂപയാണ്. അതിൽ 10000 വർക്കിംഗ് അവേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫിക്സ്ഡ് ഓവർഹെഡിൻ്റെ ഹവറിന് എത്ര? 20000 ഡിവൈഡ് ബൈ 10000 ചെയ്യുമ്പോൾ 2 രൂപ വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം 120 മണിക്കൂർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ ടോട്ടല്. അപ്പോൾ ഫിക്സ്ഡ് ഓവർഹെഡ് 2 വെച്ചിട്ട് എന്ത് ചെയ്യണം? 240 അതും കൊടുക്കണം. ഇത് ജോബ് കോസ്റ്റ് ഷീറ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജോബ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ഫിഗർ വേണം. വേരിയബിൾ ഓവർഹെഡ് ഡിവൈഡ് ബൈ ഹവേഴ്സ്, അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഹവറിന് 1 രൂപ, 2 രൂപ, 4 രൂപ. ഫിക്സ്ഡ് ഓവർഹെഡ് ആണെങ്കിൽ 2 രൂപ വെച്ചിട്ട്. ഇനി നമ്മൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 4010 എഴുതി. അതിനുശേഷം വേജസ് ഓരോന്നിൻ്റെവും 60 × 3, 40 × 3, 20 × 3, അങ്ങനെ ടോട്ടൽ 360. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടി. ഇനി പ്രൈം കോസ്റ്റിലേക്ക് വേരിയബിൾ ഓവർഹെഡ് ആഡ് ചെയ്യുക. അത് 1 രൂപ, 2 രൂപ, 4 രൂപ, അതെങ്ങനെ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേരിയബിൾ ഓവർഹെഡിന് വേണ്ടിയിട്ടും ഈ സെയിം 60, 40, 20 എടുക്കുക. ഇത്രയും മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ വേജസ് ഇത്ര ചിലവാക്കിയാണ്, വേരിയബിൾ ഓവർഹെഡ് ഇത്ര ചിലവാക്കിയിട്ടുണ്ട്, അതാണ് 220. ഇനി ഫിക്സ്ഡ് ഓവർഹെഡ് പറഞ്ഞാൽ 120 മണിക്കൂറിന് 2 രൂപ വെച്ചിട്ട്, അതാണ് 120 × 2 240. ഇപ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്ര? 4830 ആയി. ഇനി ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ഭാഗത്തൊരു കാര്യം പറയുന്നുണ്ട്. അതെന്താണ്? സെല്ലിംഗ് പ്രൈസിൻ്റെ മേലിൽ 25% രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ജോബ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞത്. നെറ്റ് സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് കോസ്റ്റ് അറിയാം. കോസ്റ്റ് 100 ആണെങ്കിൽ, കോസ്റ്റ് നമുക്ക് അറിയാം. കോസ്റ്റ് എന്താണ്? 100 രൂപ ആണെന്നുണ്ടെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയെന്ന് നമുക്ക് പിന്നെ പ്രോഫിറ്റ് എത്രയെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ഡയറക്റ്റ് കഴിയൂല. കാരണം കോസ്റ്റ് നമുക്ക് കൃത്യമായി അറിയാം, പക്ഷേ സെല്ലിംഗ് പ്രൈസ് അറിയില്ല. കോസ്റ്റിൻ്റെ മേലിൽ ഡയറക്റ്റ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമോ? അതെടുക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ തൽക്കാലം സെല്ലിംഗ് പ്രൈസിനെ 100 എടുക്കുക. സെല്ലിംഗ് പ്രൈസിനെ 100 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റ് എത്ര വരും? സെല്ലിംഗ് പ്രൈസിൻ്റെ മേലിൽ 25%, അപ്പോൾ 25 രൂപ വരും. അപ്പോൾ കോസ്റ്റ് കിട്ടും. കോസ്റ്റ് എത്രയാണ്? 75 ആണ്. ഇനി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. കോസ്റ്റ് 75 ആണെങ്കിൽ കോസ്റ്റിൻ്റെ മേലിൽ പ്രോഫിറ്റ് എങ്ങനെയാണ്? 25 ഹരിക്കണം 75 × 100 കഴിഞ്ഞാൽ ശതമാനം കിട്ടും ചെയ്യും. ഓക്കെ, ഇനി എന്താണ് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുക. 25 ഡിവൈഡ് ബൈ 75 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്ര?
4830. 4830 25/75 ചെയ്യുമ്പം പ്രോഫിറ്റ് കിട്ടും. ആ പ്രോഫിറ്റിലേക്ക് കോസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇതാണ് ഇല്ലസ്ട്രേഷൻ 4 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇല്ലസ്ട്രേഷൻ 5 നമുക്കൊന്ന് വായിച്ചു നോക്കാം. മസ്കോബോ ബിയറിംഗ് ലിമിറ്റഡ് കമ്മിറ്റഡ് ടു സപ്ലൈ 24,000 ബിയറിംഗ് പെർ ആനം. ഒരു വർഷത്തിൽ 24,000 സപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ. ഡിലക്സ് ഫാൻ എന്ത് 2 MS ഡിലക്സ് ഫാൻ ഓൺ സ്റ്റഡി ഡെയിലി ബേസിസ്. കൃത്യമായി ഓരോ ഡെയിലി കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ഇറ്റ് കോസ്റ്റ് 10 പൈസ ആസ് ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് പെർ ബിയറിംഗ് പെർ മന്ത്. അപ്പോൾ ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് ഒരു മന്തിന് 10 പൈസ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കൊല്ലത്തിന് എത്ര വരും? 12 കൊണ്ട് ചെയ്യുമ്പം ₹1.20 വരും. ₹1.20 വരും. പിന്നെ അതിൻ്റെ സെറ്റപ്പ് റൺ ഓഫ് ബിയറിംഗ് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ 324 അപ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് കിട്ടി, അതുപോലെ തന്നെ സെറ്റപ്പ് കോസ്റ്റ് കിട്ടി, അത് എത്ര 324. നമ്മളോട് എന്തൊക്കെയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് നോക്കാം. നമ്മളോട് ഒപ്റ്റിമം റൺ സൈസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്റ്റിമം റൺ സൈസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? EBQ എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റിയാണ്, അത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാട്ട് വുഡ് ബി ഡ്യൂ ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 കൺസിക്യൂട്ടീവ് ഒപ്റ്റിമം റൺസ്. എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുമ്പം ഒരു ബാച്ച് കഴിഞ്ഞു അടുത്ത ബാച്ചിൻ്റെ ഇടയിലുള്ള ടൈം ഇൻ്റർവെൽ എത്രയാണെന്നുള്ളതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. മൂന്നാമത്തത് മിനിമം ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് എത്രയെന്നും കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് ചെയ്യാം. EBQ കാണാനുള്ള ഇക്വേഷൻ 2DS/I. എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റ് ആണ്. അപ്പോൾ D എന്ന് പറഞ്ഞാൽ ഡിമാൻഡാണ് 24,000 രൂപ. S സെറ്റിംഗ് അപ്പ് കോസ്റ്റ് ആണ് 324. I എന്ന് പറഞ്ഞാൽ 10 പൈസ ഒരു മന്തിന്, ഒരു വർഷത്തേക്കുള്ള I ആണ് എടുക്കേണ്ടത്. അപ്പോൾ ₹1.20 വരും. ഓക്കെ. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി സ്ക്വയർ റൂട്ട് ഇത് ചെയ്ത് വരുമ്പോൾ 3600 യൂണിറ്റ് ആണെന്ന് കിട്ടും. അടുത്തത് ഇൻ്റർവെൽ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരു വർഷം 24,000 യൂണിറ്റാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അല്ലേ. ഒരു ബാച്ചിൽ നമ്മൾ 3600 യൂണിറ്റ് വരും. അപ്പോൾ നമുക്ക് എത്ര തവണ പ്രൊഡ്യൂസ് ചെയ്യണം പ്രൊഡക്റ്റ്? 3600 വെച്ച് ചെയ്യുമ്പോൾ 6.6 തവണ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓർഡർ അല്ലെങ്കിൽ ബാച്ച് 6.6 തവണ ഉണ്ടാക്കണം. കറക്റ്റ് പ്രാക്ടിക്കലി 6.6 എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവില്ല. പക്ഷെ തിയററ്റിക്കലി നമുക്ക് പറയാം 6.66. കാരണം ഒന്നെങ്കിൽ 6 ഉണ്ടാക്കുക അല്ലെങ്കിൽ 7 ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡാറ്റ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക. അപ്പോൾ 6.67 തവണ ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഒരു വർഷത്തിൽ നമുക്ക് 2 രീതി കാണാം. ഒരു വർഷത്തിൽ 12 മാസമാണ്. അപ്പോൾ 12 മാസത്തിൽ നമ്മൾ 6.667 തവണ ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര മാസം കൂടുമ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും എന്ന് കിട്ടും. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഇപ്പോൾ നമ്മൾ ചെയ്ത എത്ര തവണ ഈ ബാച്ച് പ്രൊഡക്ഷൻ നടത്തണം എന്നുള്ളത് നമുക്ക് കിട്ടി, അല്ലെങ്കിൽ എത്ര ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് കിട്ടി. 6.667 എന്ന് പറഞ്ഞു, 6.667 എന്ന് പറഞ്ഞു. അങ്ങനെ 12 ഹരിക്കണം 6.667 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏകദേശം 1.799 എന്ന് കിട്ടും. 1.8 ആക്കണമെങ്കിൽ അങ്ങനെ ആക്കും ചെയ്യാം. അപ്പോൾ ഇത് 1.77 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇതിപ്പം കറക്റ്റ് ഒരു ഫ്രാക്ഷനൊക്കെ വന്നുകൊണ്ട് കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ 1.77799 ഇൻറ്റു 30 ചെയ്താൽ മതി. 30 ഡേയ്സിലേക്ക് ഡേയ്സ് എത്രയെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1.7999 ഇൻറ്റു 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 53.997 എന്ന് കിട്ടും. അതായത് 54 ഡേയ്സ് ആണെന്ന് കിട്ടും. ഓക്കെ. 12 മാസം കൊണ്ട് 12 ഇതുകൊണ്ട് ചെയ്യുന്നത് ഇത് 54 ഡേയ്സ് കൊണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ വശം. നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. ഇനി ഇതേ സാധനം നമുക്ക് 12 മാസം കൊണ്ട് ചെയ്തത് എന്ത് ചെയ്യുക? 365 ഡേയ്സ് എന്നുള്ള രീതിയിൽ ചെയ്യുക. അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഇൻ്റർവെല്ലാണ് പറഞ്ഞത്. ഇത്ര 54 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം? ഒരു ഓർഡർ ഉണ്ടാക്കി അടുത്ത ഓർഡറിൻ്റെ ഇടയിൽ 54 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നമ്മൾ വീണ്ടും 24,000 ആണ് നമ്മുടെ ക്വാണ്ടിറ്റി. അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? EBQ കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3600 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ 24,000 ഹരിക്കണം 3600
അപ്പോൾ എന്ത് കിട്ടി 6.667 എന്ന് കിട്ടും. അല്ലെങ്കിൽ 6 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. 6 നോക്കുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി മന്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മന്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക 12 ഹരിക്കണം 6.667 എന്ന് കിട്ടും. ഈ 6.66 എന്താ ഇത്ര തവണ നമ്മൾ എന്ത് ചെയ്യണം പ്രൊഡ്യൂസ് ചെയ്യണം, ബാച്ചുകൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ 12 ഹരിക്കണം 6.666 എന്ന് കിട്ടുമ്പോൾ നമുക്ക് എന്താ വരുന്നത് 1.800 ആണ് അല്ലേ. 2 തവണയും 2 കാൽക്കുലേഷൻ ആണല്ലോ ഒന്ന്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. 6.666 വരുമ്പോൾ 1.8 വരും. 1.8 എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ 1.8 എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഒരു മാസവും പിന്നെ ഒരു മാസത്തിൻ്റെ 0.8 എന്നുമാണ് പറഞ്ഞത്. അത് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 1.8നെ ഇൻറ്റു 30 ഡേയ്സ് അല്ലേ വരിക. അപ്പോൾ 1.8 ഇൻറ്റു 30 ഡേയ്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 54 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, അത് റെഡി. ഇനി ഈ 12 ചെയ്തതിന് പകരം നമുക്ക് ഡയറക്റ്റ് എന്തെടുക്കാം 365 ഡിവൈഡ് ബൈ 6.667 എടുക്കാം. അപ്പോഴും അത് കിട്ടും 365 ഹരിക്കണം 6.666 അപ്പോഴും വരും എന്താണ് 54.75. ചെറിയ മാറ്റം 55 ഡേയ്സ് എന്നാവും ഈ 365 പകരം. കാരണം നമ്മൾ 12 എന്നല്ല എടുത്തത്. അപ്പോൾ 365 പകരം 360 എല്ലാ ദിവസവും വർക്ക് ചെയ്യില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 54 എന്നാവും. ഇനി ചില സ്ഥാപനങ്ങൾ എന്ത് ചെയ്തോളണമെന്നില്ല, 365 ദിവസം വർക്ക് ചെയ്തോളണമെന്നില്ല. ശനി ഞായറാഴ്ച അവധിയായിരിക്കും, സൺഡേ അവധിയാണെന്നുണ്ടെങ്കിൽ അവിടെ 300 എടുക്കുക. ഒരു മാസം 25 ദിവസം വർക്ക് ചെയ്യുകയാണെന്നുള്ള രീതിയിലാണെങ്കിൽ അപ്പോൾ 300 ഡേയ്സ് ഡിവൈഡ് ബൈ 6.667 എന്നെടുത്താലും ഇതെന്ത് ചെയ്യും വർക്കാവും. 300 ഹരിക്കണം 6.667 അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 44.99, അതായത് 45 ഡേയ്സ് എന്ന് കിട്ടും. ഇങ്ങനെ അത് 300 ഡേയ്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതി. ഇത് 365 ആണെങ്കിൽ 54 ആവും. ഇനി മന്ത് എന്നുള്ള രീതി 12 എടുത്താലും നമുക്കതിനെ ഇനി എന്തുകൊണ്ട് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 54 ഡേയ്സ് അല്ലെങ്കിൽ 45 ഡേയ്സ് എന്ന് കിട്ടും. ഇനി ഇതിങ്ങനെയൊക്കെ ഇതിൻ്റെ കൃത്യമായി അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. ഇത് മറ്റൊരു രീതിയിൽ ചെയ്യുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 3600 അല്ലേ നമ്മുടെ EBQ. ഓക്കെ, ആ 3600 EBQനെ നമ്മളെന്ത് ചെയ്യുക 3600 ഡിവൈഡഡ് ബൈ 24,000 ഇൻറ്റു എന്ത് ചെയ്യുക 365 ഡേയ്സ് ആണെങ്കിൽ 365 ചെയ്യുക. ഇനി അതല്ല 300 ആണെങ്കിൽ 3600 ഹരിക്കണം 24,000 ഇൻറ്റു 300 ആണെങ്കിൽ 300 ഡേയ്സാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി മന്തിൽ ചെയ്യണമെങ്കിൽ 3600 ഹരിക്കണം 24,000 ഇൻറ്റു 12 ഇങ്ങനെ ചെയ്താൽ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും വർക്ക് ചെയ്യാൻ പറ്റും. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ കിട്ടിയ ആൻസറിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഓപ്പോസിറ്റ് എന്ത് ചെയ്യുന്ന രീതി അല്ലേ. നമ്മൾ ശരിക്കും ചെയ്യണം എന്താ 24,000 ഹരിക്കണം 3600 അത് കിട്ടിയ ആൻസറിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ് ഈ സംഖ്യനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ് 6.6 കൊണ്ട് എന്ത് ചെയ്യാണ് ഡിവൈഡ് ചെയ്യാൻ പോവല്ലേ. അങ്ങനെയുള്ള സംവിധാനം വന്നുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് ഇട്ടിട്ടുള്ള മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഇത് വരുന്നത്. ഏതാണോ നിങ്ങളെ താല്പര്യം ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് മിനിമം ഹോൾഡിംഗ് കോസ്റ്റ് ആണ് പറയുന്നത്. മിനിമം ഹോൾഡിംഗ് കോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് മിനിമം ഹോൾഡിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3600 യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ടല്ലേ, ഇത് ഹോൾഡ് ചെയ്യാൻ എത്രയാണ് കോസ്റ്റ് എന്നുള്ളതാണ്. ശരിക്കും ഒരു മന്തിന് എന്താണ് ഒരു ഇയറിന് 1.20 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഈ 3600 യൂണിറ്റിന് ഡയറക്റ്റ് ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? ഈ 3600 യൂണിറ്റ് നമ്മുടെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ 54 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 45 ദിവസം കൊണ്ടാണ് നമ്മളിത് എന്ത് ചെയ്യാൻ പോകുന്നത്. ഓരോ സ്റ്റഡി ബേസിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ക്വസ്റ്റ്യനിൽ സ്റ്റഡി ബേസ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 300 വർക്കിംഗ് ഡേ എടുക്കുമ്പോൾ ഡെയിലി 80 യൂണിറ്റ് വെച്ചിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസം 3600 ആണെങ്കിൽ പിറ്റേ ദിവസം 3520 ക്വാണ്ടിറ്റി നമ്മൾ എടുത്തുണ്ടാവുള്ളൂ. പിറ്റത്തെ ദിവസം വരുമ്പോൾ 3440 ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ കുറഞ്ഞ് വരുമ്പോൾ ലാസ്റ്റ് ദിവസം 80 ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ദിവസം 3600 നമ്മൾ ഹോൾഡിംഗ് കോസ്റ്റ് കൊടുക്കണമെങ്കിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ 3520 കൊടുത്താൽ മതി. അങ്ങനെ കൃത്യമായി ഓരോ ദിവസത്തതും കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി
എടുത്തിട്ട് നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യുമ്പം കറക്റ്റ് ആവറേജാണ് വരിക. അത് സിമ്പിളായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്താൽ മതി. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് നിങ്ങൾ കാണാം, 1 2 3 4 5. ഇതിൻ്റെ ആവറേജ് കാണുമ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴുള്ള സംഖ്യ എത്ര? അതിനെ ടോട്ടൽ നമ്പറും ഡിവൈഡ് ചെയ്യല്ലേ. 3 3 6 6 9 15. 15 ഹരിക്കണം 5 ഒന്നല്ലേ അല്ലേ, 5 5 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? കറക്റ്റ് 3 കിട്ടുന്നത്. അപ്പോൾ സെൻറ്ററാണ് ആവറേജ്. ഇത്തരം ഇത് എല്ലാത്തിലും വർക്കാവും. 11 12 13 14 15 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര വരിക? 65 അല്ലേ? 11 + 12 + 13 + 14 + 15 65. 65 ഹരിക്കണം എത്ര സംഖ്യ ഉള്ളത്? 1 2 3 4 5 5 ചെയ്ത് നോക്കൂ. 65 ഹരിക്കണം 5 ചെയ്യുമ്പോൾ 13. ഇതിൻ്റെ സെൻട്രലത്തെ സംഖ്യയിലേ കിട്ടി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് ഇങ്ങനെ ഓരോ ദിവസത്തിനും, ഒന്നാമത്തെ ദിവസത്തിന് 580 എന്ത് ചെയ്യുക? ഒരു ദിവസത്തിന് 1 എന്താണ് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? നേരെ ആവറേജ് എടുക്കുക. ആവറേജ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3600 യൂണിറ്റാണ്. 3600ൻ്റെ ആവറേജ് നമ്മളെടുത്തു 2. 3600ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ അങ്ങനെ 3600ൻ്റെ പകുതി ആവറേജ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അതായത് 1800 യൂണിറ്റിൻ്റെ എന്ത് ചെയ്ത് കണ്ടാൽ മതി? പിന്നെ 1.02 കണ്ടാൽ മതി. അപ്പോൾ 1800 × 1.20 അല്ലേ, 10 പൈസല്ലേ ഒരു മാസത്തിന് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യുമ്പം 1800 × 1.2 എന്ന് പറഞ്ഞാൽ 2160. ഇതാണ് എന്ത്? ഹോൾഡിംഗ് കോസ്റ്റ്. ഇത് തന്നെയാണ് അതിൻ്റെ സെറ്റിംഗ് അപ്പ് കോസ്റ്റും ഉണ്ടാവുക. കാരണം EBQയിൽ സെറ്റിംഗ് അപ്പ് കോസ്റ്റും ഹോൾഡിംഗ് കോസ്റ്റും സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. സെറ്റിംഗ് അപ്പ് കോസ്റ്റ് എങ്ങനെ കാണുക? 6.667 ഇൻറ്റു ഒരു സെറ്റിംഗ് അപ്പിന് 324 അല്ലേ? ചെയ്ത് നോക്കൂ. 6.667 ഇൻറ്റു 324 ചെയ്യുമ്പം എന്താണ്? 2160 തന്നെയാണ് വരിക. ഓക്കെ, ഇതിങ്ങനെ ചെയ്യാം. ഇനി അതല്ലാതെ മറ്റൊരു മെത്തേഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ √2DSI എന്നുള്ള ഇക്വേഷൻ ഇത് കറക്റ്റ് അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ എത്ര വരിക? അത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ കിട്ടും. 2 × 24,000 ഇൻറ്റു 324 ഇൻറ്റു 1.2 അല്ലേ? 1,18,66,2,400. ഓക്കെ, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണാം. ഓക്കെ, അങ്ങനെ സ്ക്വയർ റൂട്ട് കാണാം. നോക്കാം. 18,66,2,400. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4,320. ഈ 4,320 എന്ന് പറഞ്ഞാൽ ഇൻവെൻട്രി ഹോൾഡിംഗ് കോസ്റ്റും സെറ്റപ്പ് കോസ്റ്റും കൂടെ കൂടിയതാണ്. അതിൻ്റെ പകുതി എടുത്താൽ മതി. 4,000. കാരണം രണ്ടിൻ്റെയും കൂടി ഈക്വൽ അല്ലേ വരിക. അതിൻ്റെ പകുതി എടുത്ത് നോക്കി. 2,160 ക്യാരിയിങ് കോസ്റ്റ്. ഒന്ന് ക്യാരിയിങ് കോസ്റ്റ് പകുതി. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ടും ചെയ്യാം. നേർ പകുതി എടുത്താൽ അത് മിനിമം ഹോൾഡിംഗ് കോസ്റ്റായിട്ടും മിനിമം ഹോൾഡിംഗ് കോസ്റ്റായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇത് ഒക്കെ ഇതിന് വ്യത്യസ്ത മെത്തേഡാണ്. MCQ ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ തൽക്കാലം ഈ വീഡിയോയോടുകൂടെ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. പിന്നെ നോട്ടിൻ്റെ കാര്യം പല ആളുകളും വീണ്ടും കമൻറ്റിൽ നോട്ട്സ് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഒന്നാമത്തെ പ്ലേലിസ്റ്റിൽ ഒന്നാമത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? നമ്മൾ നോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റത്തെ ഇതിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലുണ്ടാവും എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ടുകൾ. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ PDF ഞാൻ ഒരിക്കലും തരൂല. അത് ഞാൻ പിന്നെ വാങ്ങിയ ടെക്സ്റ്റിൻ്റെ എന്താണ് പിന്നെ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ മറ്റു പ്രശ്നങ്ങളൊക്കെ വരും. നേരെ മറിച്ച് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ച സാധനങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പ്രിൻ്റ് ഔട്ട് എടുത്ത മീൻസ് ഞാൻ ടൈപ്പ് ചെയ്തുണ്ടാക്കിയത്. അത് ഫസ്റ്റത്തതിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ ടൈംലി അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയിക്കുക.